ഹലോ, അസ്സലാമു അലൈക്കും. ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ഞാനും ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ കുറച്ച് വിശേഷങ്ങളല്ലേ നമ്മളാകെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ വിശേഷങ്ങളും ഈ ഒരൊറ്റ എപ്പിസോഡിൽ നമുക്ക് തീരൂല. അപ്പോൾ കുറച്ച് ഇന്ന് തരും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ കോഴീനെയൊക്കെ അല്ലേ രാവിലെ തന്നെ കാണുക. എൻ്റെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് കോഴീനെയാണ് ആദ്യം തന്നെ കാണുക. നമ്മുടെ വേലിയിൽ വന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചിക്കിപ്പെറുക്കുന്നത് നമുക്ക് കാണും. ഇവിടെ ഉണ്ടല്ലോ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി എണീക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് മയിലുകൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. പക്ഷേ നമുക്ക് അടുത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ അത് വേഗത്തിൽ ഓടിപ്പോവും. അതിൻ്റെ അത്ര സ്പീഡൊന്നും നമുക്കില്ല. അപ്പോൾ കുറച്ച് മയിൽ വിശേഷങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ബാ. ഇവരുണ്ടല്ലോ ഈ മയിലുകൾ എല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ രാവിലെ വരുവേ. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഓടി അതിങ്ങനെ രക്ഷപ്പെടും. ഭയങ്കര ഓട്ടക്കാരനാണ് ആൾ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടാട്ടോ ഇതെടുക്കുന്നത്. നമ്മളെ ഒരു മെല്ലെ അനക്കം കേട്ടാൽ മതി, അപ്പം തന്നെ അത് ഓടിയോ പറന്നോ ഒക്കെ രക്ഷപ്പെടും. അധികമൊന്നും പറക്കൂല, എന്നാലും പറക്കും. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മയിലിനെ കാണലാണ്. കാരണം ഞാനല്ലേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയായിട്ടും ഇങ്ങനെ ഇത്രയധികം മയിലിനെ ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഴ്സിന് ഒരു 7 വർഷം മുന്നേ. പക്ഷേ അപ്പോൾ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടംപോലെ പാമ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പേടിച്ചിട്ട് ഇതിൻ്റെ ഈ വേലിയുടെ ഉള്ളിലുള്ളതൊന്നും, ഇത് ശരിക്കും പറഞ്ഞ ഒരു കാട് പോലത്തെ ഒരു പ്രദേശമാണ്. അപ്പോൾ അന്നൊന്നും നമ്മൾ ഇറങ്ങൂല. നമ്മളെ കൂടെയുള്ള ടീച്ചേഴ്സ് നമ്മളെ പേടിപ്പിക്കും. പാമ്പുണ്ട്, നിങ്ങളെ ഒക്കെ കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് നമുക്കങ്ങനെ പാമ്പിൻ്റെ ആ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോൾ നോക്കിയാലും ഞാനൊക്കെ ഫുൾ ടൈം ഈ മയിലിൻ്റെ പുറകിലാണെന്ന് പറയാം. ക്ലാസ് കഴിയുമ്പോഴേക്ക് ഞാൻ ഓടി വരും ഈ ഒരു ഭാഗത്തേക്ക്. വന്നിട്ട് ഇവിടെ നമ്മളിത് നോക്കും. പിന്നെ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ 3 മണിയാകുമ്പോൾ ഒരു ചായ കിട്ടാറുണ്ട്, നമുക്ക് ഒരു ഇൻ്റർവെൽ ടൈം പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 5:30 6 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചായ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ ക്യാമ്പസിൻ്റെ തൊട്ട് പുറകിലത്തെ ഒരു ഗേറ്റ് ഉണ്ട്, അതിൻ്റെ ആ ഭാഗത്തായിട്ട് 2 ഷോപ്പുണ്ട്. വലിയ ഷോപ്പൊന്നുമല്ല, പിന്നെ നമ്മുടെ കേരളത്തിലെ പോലത്തെ ചായക്കടകളൊന്നുമല്ല. പിന്നെന്താ, ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളാണ് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ പോയ ദിവസം അവിടെ ബേൽപുരി ആയിരുന്നു. പിന്നെ ഞാനല്ലേ എവിടെ ചെന്നാലും അവിടുത്തെ ഫുഡ് കഴിക്കാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡ് തന്നെ തേടിപ്പിടിച്ച് കഴിക്കാനൊന്നും നോക്കാറില്ല. അങ്ങനെ നമ്മളന്ന് ബേൽപുരിയാണ് കഴിച്ചത്. പിന്നെ അവിടുത്തെ പാവും ബജിയും നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ അത് വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വെള്ളിയാഴ്ച ഞാനത് എടുക്കാനും മറന്നു. നല്ലൊരു ടേസ്റ്റായിരുന്നു അതിൻ്റേത്. അങ്ങനെയൊക്കെയാണ് വൈകുന്നേരങ്ങൾ നമ്മൾ ചിലവഴിക്കുന്നത്. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ പലരും കുറച്ച് അങ്ങോട്ടേക്കായിട്ടൊരു കേരളക്കാരുടെ ഒരു ഷോപ്പുണ്ട്, അവിടെയും പോയി ചായ കുടിക്കാറുണ്ട് കേട്ടോ. അതെന്തിനാണെന്നറിയോ, നമുക്ക് അവിടെ നിന്ന് ഡബിൾ ചായ തരും. ഇവിടെ നിന്നും തരും ഡബിൾ ചായ, എന്നാലും കുറച്ച് നടത്തമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാറുണ്ട്. അവിടെയും നമ്മളും ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എന്താണ് നമ്മുടെ ഈ RI എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ ശരിക്കുള്ള പേര് ജ്ഞാൻ ഭാരതി ക്യാമ്പസ് എന്നാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഈ പുളിരസമുള്ള പഴങ്ങൾ എന്ന് വെച്ചാൽ മാങ്ങ, അതേപോലെ ചെറുനാരങ്ങ, അരിനെല്ലിക്ക, ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. പക്ഷേ ചെറുനാരങ്ങ മൂത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ലൈമ് ഉണ്ടാക്കി കുടിക്കുമായിരുന്നു ഉറപ്പായിട്ടും. പക്ഷേ അതിനുള്ള പാകമായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോഴേക്ക്. പിന്നെ രാവിലെയും വൈകിട്ടും ഓരോ ഗുളിക കഴിക്കുന്ന മാതിരിയാണ് മയിലിനെ നോക്കാനുള്ള എൻ്റെ വരവ്. അപ്പോൾ എന്നെ എപ്പോൾ റൂമിൽ കണ്ടില്ലെങ്കിലും എൻ്റെ റൂംമേറ്റ്സ് ഉണ്ട് 2 ടീച്ചർമാർ, അവർ രണ്ടുപേരും നേരെ വരിക ഈ ഒരു സ്ഥലത്തേക്കായിരിക്കും. അങ്ങനെ വന്ന് ഒരു ദിവസം എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ഒരു കല്ലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളത് പഴുത്ത് അങ്ങനെയൊക്കെ കൊണ്ട് നടക്കേണ്ടി വന്നു ഞാൻ.
എനിക്ക് പിന്നെ അവരിപ്പോൾ എന്നെ മയിലേ മയിലേന്നും പറഞ്ഞ് വിളിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ മയിൽപ്രാന്ത് കാരണം. പക്ഷേ അല്ലേ എനിക്കിത് പീലി വിടർത്തിയത് ഒറ്റ ദിവസവും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വേറൊരു ടീച്ചറുള്ള റൂമിൻ്റെ ആ ജനലിൻ്റെ അപ്പുറത്ത് കൂടി കണ്ടു, അവരെന്നെ വിളിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഉറക്കത്തിലായിരുന്നു. ഭയങ്കര തണുപ്പാണ് ഈ ഒരു പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം, ഉറങ്ങിയാൽ പിന്നെ എൻ്റെ കാര്യം ഞാൻ എണീക്കില്ല, ഭയങ്കര പാടാണ് എണീക്കാൻ ഇത്ര തണുപ്പുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ ആ ടീച്ചർ ചെയ്ത വീഡിയോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഇതിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇതിൽ ഇടാത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേരളക്കാരുടെ കട. ഇത് കുറച്ച് ദൂരെയാണ്, നമ്മുടെ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി, അധികം ഒന്നും ദൂരമല്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ നല്ല സ്നാക്സും ചായയും ഒക്കെ കിട്ടും. നമ്മൾ നേരത്തെ കുടിച്ചിരുന്ന ആ മറ്റേ കർണാടകക്കാരുടെ കടയിൽ നിന്ന് നമ്മുടെ കേരള രുചിയുള്ള പലഹാരങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരണം. അങ്ങനെ വരുന്നതാണ്, എല്ലായ്പ്പോഴും വരാറില്ല. ഞാൻ പല ദിവസങ്ങളിലും അവിടെ നിന്ന് തന്നെയാണ് ചായ കുടിക്കാറ്. പിന്നെ എല്ലാവരും കമ്പനിയായിട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം. ഇവർ തലശ്ശേരിക്കാരാണ്, പ്രോപ്പർ തലശ്ശേരിയാണ് അവരുടെ സ്ഥലം. നമ്മൾ നേരത്തെ ഇവിടെ കോഴ്സിന് വന്നിട്ടില്ല, ആ ഒരു സമയത്തും ഈ ഒരു കടയിൽ വന്നിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അല്ലേ നല്ല കാറ്റും കിട്ടുമേ, കാറ്റ് അവിടെയും കിട്ടും. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ടൗണ് പോലെയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അവിടെയല്ലേ ചക്കപ്പഴം ഇങ്ങനെ നന്നാക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെയല്ലേ ഭയങ്കര തീ പിടിച്ച വിലയാണ് ചക്കയ്ക്ക്. അപ്പോൾ നമ്മളെ കേരളമൊക്കെ ഇങ്ങനെ നമ്മൾ നമിച്ചു പോവും. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എത്ര ചക്ക കിട്ടാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവിടെ പോയാലും അങ്ങനെ. പക്ഷേ ഇവിടെ ഇത് നല്ല വിലയാണ്. നമുക്ക് ആകെ ഒരു 6 7 ഒക്കെ ചുളയാണ് 50-100 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇത് കണ്ടാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ ഒരു കസിൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ, ചക്കയുടെ ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും, ഒരേ വൈബാണ് ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ നമ്മൾ ചക്കപ്പഴമൊക്കെ മേടിച്ചിട്ട് അവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് തിന്നാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി തിന്നാൻ നമുക്ക് എത്രയും പെട്ടെന്ന് തിന്ന് തീർക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത മാതിരിയാണ് ഇയാളുടെ ഇരിപ്പ്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ കൊതി പിടിച്ചിട്ടല്ലേ, ഭയങ്കര കൊതിയായിട്ട് വയ്യ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും അത് കഴിക്കണം, ഒന്ന് എന്നെ വീഡിയോ എടുത്തതാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് കൊടുത്തിട്ട് അവരത് മൊത്തം തിന്ന് തീർക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ നല്ല മഴയുള്ള സമയമാണ്, കുറേ സമയം കൂടി അവിടെ ഇരുന്നാൽ നമ്മൾ മഴയത്ത് പെടും. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് നടന്ന് തിരിച്ചു പോക്ക് നടക്കില്ല, പിന്നെ എന്തായാലും ഓട്ടോ ഒക്കെ കയറേണ്ടി വരും. അങ്ങനെ നമുക്ക് പിന്നെ നടന്ന് തിരിച്ചു പോകാനായിരുന്നു താല്പര്യം. കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര കിതപ്പൊക്കെ അനുഭവപ്പെടും. എന്നാലും നടന്നു പോകുമ്പോൾ നമുക്ക് നാടൊക്കെ കണ്ട് അങ്ങനെ പോകാമല്ലോ, അത് അനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിവിടെ കുറച്ച് തെരുവോര കച്ചവടക്കാരെയൊക്കെ കണ്ടത്. ഇവിടെയൊക്കെ വില കുറച്ചിട്ട് സാധനങ്ങൾ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ്. പക്ഷേ എനിക്ക് നമ്മളെ കോഴിക്കോട് നമ്മുടെ മിഠായിത്തെരുവിലൊക്കെ പോയാൽ ഇതിനേക്കാളും ലാഭത്തിൽ സാധനം കിട്ടുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. കാരണം സാധനങ്ങൾക്കൊന്നും വലിയ ക്വാളിറ്റിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാനും തോന്നിയിട്ടില്ല. പിന്നെ ഒരു ഒഴിവ് ദിവസം നമ്മുടെ ജ്ഞാൻ ഭാരതി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊന്ന് മെജസ്റ്റിക് വരെ പോകണം. ഇവിടെ വന്നാൽ എന്തായാലും മെജസ്റ്റിക്കിലൊക്കെ ഒന്ന് പോകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എപ്പോഴും ഞാൻ കോഴ്സിന് പോയപ്പോഴൊക്കെ കാണുന്ന എൻ്റെ അനിയനെ ഇവിടെയും പ്രതീക്ഷിക്കാതെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ വേറൊരു കസിൻ ബ്രദറിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം, അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് എൻ്റെ ഈ അനിയൻ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇവൻ വന്നപ്പോൾ. അപ്പോൾ നമുക്ക് ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ നമ്മളവനെയും കൂട്ടിയിട്ടൊന്ന് മെജസ്റ്റിക്കിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ചെന്നിട്ട് ഇവിടുത്തെ ബിരിയാണി ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, അമ്പൂർ ബിരിയാണി. അപ്പോൾ ഇവിടെ വന്നാൽ, കർണാടകയിൽ വന്നാൽ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണിത്. ഇവരല്ലേ ഇതിലേക്ക് കറിയൊക്കെ ഒഴിച്ചിട്ടാണ്, ഒരു പ്രത്യേക തരം ഗ്രേവി തരും, അത് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് അത് കൂട്ടിയിട്ട് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. എനിക്കിത് ഇങ്ങനെ ഈ ഒരു മസാലയിലൂടെ കഴിക്കുന്നതാണ് ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ അല്ലേ അച്ചാർ അല്ലെങ്കിൽ മറ്റേ തൈരുണ്ടല്ലോ, നമ്മൾ കേരളത്തിലൊക്കെ കിട്ടും, നമ്മുടെ നാട്ടിലൊക്കെ തൈര് കൂട്ടിയിട്ടില്ല കഴിക്കുന്നത്, അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് തൈര് അത്ര ഇഷ്ടമല്ല, പക്ഷേ അച്ചാർ ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ് ബിരിയാണിയുടെ കൂടെ. പക്ഷേ ഇവരുടെ നിന്ന് നമുക്ക് കിട്ടുക ഈ ഒരു ഗ്രേവിയും അതിൻ്റെ കൂടെ തൈരുമാണ്, തൈരിൻ്റെ ആ ഒരു സലാഡ്.
പിന്നെ നമ്മൾ അതൊന്നും കൂട്ടാതെ തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. എനിക്ക് അതൊന്നും കൂട്ടാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഇറച്ചിച്ചോറിൻ്റെ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇട്ട് വെന്തതിൻ്റെ ഒക്കെ ഒരു ആ ഒരു ടേസ്റ്റ് അത് പൂർണ്ണമായിട്ടും ആ ഒരു ടേസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കിങ്ങനെ വെറുതെ കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഹോട്ടലുണ്ടല്ലോ മജസ്റ്റിക് ഹോട്ടലിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്വാദ് കൂടിയുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇനിയുമുണ്ട് ഒരുപാട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ പോയത് അവിടുത്തെ എന്താ പറയുക ചിക്പേട്ട് അതേപോലെ തന്നെ ശിവാജി നഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇവിടെയൊക്കെ പോയ വിശേഷങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നതായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നത് നമ്മളെ ഈ മയിലിനെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ ഈ മയിലിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മയിലില്ലേ ഈ മയിലിൻ്റെ കൂടെ എപ്പോഴും ഇതിൻ്റെ പിട ഉണ്ടാവും. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് എപ്പോഴും ഇവിടെ കൂടി ഇങ്ങനെ ചികഞ്ഞ് നടക്കുന്നത്. എന്താ ചെയ്യുന്നതെന്നറിയില്ല. പിന്നെ കുഞ്ഞു മയിലിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ കുറേ നോക്കി. പിന്നെ മഴയുള്ള സമയത്ത് ഞാൻ മഴയത്ത് വന്ന് നോക്കിയിട്ടുണ്ട് ഇതിനെ. പല സമയത്തും ഞാനിനി കാണാത്ത സമയത്ത് എപ്പോഴെങ്കിലും പീലി വിടർത്തി നിൽക്കുന്നുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് മയിൽ ശരിക്കൊന്ന് പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിരാവിലെ. പക്ഷേ ഞാൻ ഫോൺ കണ്ടപ്പോഴേക്കും മയിൽ പീലിയൊക്കെ താഴ്ത്തിയിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാനും പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.